ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചിന്നൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മളുടെ കുട്ടി അരോണ 1 മാസം കഷ്ടിച്ച പ്രായമുള്ളൂ. ചില ഇഷ്യൂസ് കാരണം മരിച്ചുപോയി. നമ്മൾ ഫീഡൊക്കെ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആൾ ഫീഡ് എടുക്കുന്നില്ലായിരുന്നു. എന്താ ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളതിന് വേണ്ടിയുള്ള ഡിസിൻഫെക്ഷൻ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇട്ടു, കുറച്ച് സാൾട്ടൊക്കെ ഇട്ട് നോക്കിയാണ് വെള്ളത്തിൽ. പക്ഷെ നമുക്ക് എസ്കേപ്പ് ആക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നമുക്ക് അനക്കമില്ലാത്ത കുട്ടിയെയാണ് കാണാൻ പറ്റിയത്. വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷെ എന്തിനും ഉപകരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു പ്രകൃതിയുടെ ബേസിക് നിയമം. അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടി അരോണയുടെ ബോഡി എടുത്തിട്ട് നമുക്കൊരു അലിഗേറ്റർ ഉണ്ട്, ഏകദേശം 1 വയസ്സിൽ കൂടുതലുള്ള, 1 വർഷത്തോളമായി. അപ്പോൾ അലിഗേറ്റർ ഒന്ന് കൊടുത്തു നോക്കാം. അറിയില്ല ഫീഡ് എടുക്കുമോ ഇല്ലയോ എന്ന്. നമുക്ക് എന്തായാലും ആ ഒരു അലിഗേറ്ററിന് കൊടുത്തു നോക്കാം. അലിഗേറ്റർ നെക്സ്റ്റ് റൂമിലാണ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. രാവിലെ ജസ്റ്റ് എണീറ്റപ്പോഴാണ് ഇത് കണ്ടത്. രാവിലത്തെ ആദ്യത്തെ പണി ഇതാണ്. നമുക്ക് ഈ പറയുന്ന അലിഗേറ്ററിന് ഇതൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്തു നോക്കാം. ലൈറ്റൊന്നും ഇടാം. ഫുള്ള് ഡാർക്കാണ്, ഡാർക്ക് അടിച്ചിരിക്കുകയാണ്. റൂമും ഡാർക്കാണ്, മൈൻഡും ഡാർക്കാണ്. രാവിലെ അരോണെ കണ്ടോടെ ഫുള്ള് ഡാർക്കായി ഗൈസ്. അപ്പോൾ നമ്മളുടെ അലിഗേറ്റർ ഇവിടെ ഉറക്കത്തിലായിരുന്നു തോന്നും, ഉണർന്നിട്ടുണ്ട്. അലിഗേറ്റർ നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അലിഗേറ്ററിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ മെല്ലെ അരോണേനെ ഇട്ട് കൊടുത്തു. അരോണ എത്തിയിട്ടുണ്ട് അലിഗേറ്ററിൻ്റെ അടുത്തേക്ക്. പക്ഷേ അരോണ വന്നതിൻ്റെ ആ ഒരു ഇതൊന്നും കാണിക്കില്ല. എനിക്കൊന്ന് ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടാവും അങ്ങനെ അരോണേനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അരോണ വന്നു എന്നൊരു ഫീല് കാണിക്കുന്നില്ല. എന്തായാലും നോക്കാം ലക്ഷണങ്ങൾ കണ്ടിട്ട്. കാരണം സാധാരണ ഒരു ഫീഡ് ഇടുമ്പോൾ തന്നെ വളരെ അഗ്രസീവായിട്ട് ചാടി പിടിക്കലാണ് അലിഗേറ്ററിൻ്റെ ഒരു നേച്ചർ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫീഡ് ഇട്ട് ഇത്രയും ടൈമായിട്ടും അലിഗേറ്റർ ആ ഒരു ഫീഡ് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോലും ബോഡി ലാംഗ്വേജിലൊന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. അലിഗേറ്റർ കുറച്ചുകൂടെ ബെറ്ററാണ് ഗൈസ് നമുക്ക് വളർത്താനൊക്കെ. നമ്മൾ ഈ അലിഗേറ്റർ എടുത്ത സമയത്ത് തന്നെ നമുക്കൊരു സിൽവർ അരോണ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയത്. അത് മരിച്ചുപോയപ്പോഴാണ് നമ്മൾ ഈ ഒരു കുട്ടി അരോണ മേടിച്ചത്. ഇപ്പോൾ കുട്ടി അരോണയും 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫീഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഒന്ന് ഫീഡ് എടുക്കുന്നത് നിർത്തും. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ആ ഫീഡ് എടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ചില ടൈമിൽ അത് 2 എടുക്കും. പക്ഷേ ചില അരോണേഴ്സ് പിന്നെ എടുക്കില്ല. അത് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ ആണെന്ന് പറയണം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്ക് എനിക്ക് തോന്നുന്നു അതൊന്ന് കെയർ ചെയ്യാനോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അലിഗേറ്റർ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അരോണെ ഫീഡായിട്ട് എടുക്കുമെന്ന്. കാരണം താഴേക്ക് പോയിരിക്കുകയാണ്, ഫീഡ് മുകളിലാണ് കിടക്കുന്നത്. ഫീഡിനെ കണ്ടിട്ടും ആ ഒരു അഗ്രഷനൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 1 മിനിറ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്താണ് അവസ്ഥ. കാണാത്തതാണോ വേണ്ടാത്തതാണോ ഏതാണ് ശരിക്കുമുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയണം ഗൈസ്. കാത്തിരുന്ന് കണ്ടറിയേണ്ടി വരും. അപ്പോൾ എന്തായാലും അലിഗേറ്റർ അവിടെ ഉണ്ട്, താഴെ അരോണ അവിടെ ഉണ്ട്, മുകളിൽ. അപ്പോൾ ഇങ്ങനെ മുകളിലും താഴെ നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. ആരെങ്കിലും താഴോട്ടോ ആരെങ്കിലും മുകളിലോട്ടോ ഒക്കെ വരേണ്ടി വരും. മെല്ലെ ഇപ്പം മുകളിലേക്ക് വന്നിട്ടുണ്ട് അലിഗേറ്റർ. ഈ വട്ടം എന്തായാലും ചാമ്പാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. നോക്കാം. മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷയില്ല, ചാമ്പാനുള്ള പരിപാടിയല്ല. മുകളിലേക്ക് വന്നാൽ അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന പരിപാടിയാണ് കാണുന്നത്. വീണ്ടും മുകളിലേക്ക് ചെറിയൊരു അനക്കമൊക്കെ കാണുന്നുണ്ടേ ഇല്ല, താഴേക്ക് പോയിട്ടോ നേരെ ബേസിലേക്ക് സെറ്റിൽ ആവാനുള്ള പരിപാടിയാണ്. അലിഗേറ്റർ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഫൈനൽ ഡിസിഷൻ എന്നുള്ളത്. ഇല്ല, അലിഗേറ്റർ എന്തായാലും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഒരു ഫീഡ് വേണ്ട എന്നുള്ളൊരു നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് നോക്കാം അലിഗേറ്ററിൻ്റെ അടുത്ത മൂവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അലിഗേറ്റർ തികച്ചും അത് ഒഴിവാക്കിയ ഒരു ലക്ഷണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബേസിലേക്ക് വന്നിരിക്കുകയാണ്, ഫീഡ് ടോപ്പിലാണ് ഉള്ളത്. ആ ഒരു ടോപ്പ് പോർഷൻ ഒഴിവാക്കി ബോട്ടത്തിലേക്കാണ് അലിഗേറ്റർ ഇപ്പോൾ വന്നിരിക്കുന്നത്. വീണ്ടും ടോപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ അത്രയ്ക്കൊരു അഗ്രഷൻ ഇല്ല ആ ഒരു മൂവിൽ. നമുക്ക് എന്തായാലും നോക്കാം. ഫീഡ് എടുക്കാനാണെങ്കിൽ ശരിക്കും ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൂവാണ് വരേണ്ടത്. ഇതുവരെ ഫീഡ് എടുത്തിട്ടില്ല. വീണ്ടും ടോപ്പിലേക്ക് വരുന്നുണ്ട്, ടോപ്പിലേക്ക് വരാൻ ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു പ്രേ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്.
പ്രേ ലൈവ് ആണോ ഡെഡ് ആണോ എന്നാണോ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നു, ബോട്ടത്തിലേക്ക് പോകുന്നു, വീണ്ടും ചെക്ക് ചെയ്യുന്നു, ബോട്ടത്തിലേക്ക് പോകുന്നു. മരിച്ചെങ്കിലും അലിഗേറ്ററിനെക്കാട്ടിലും മൂവ്മെൻറ്റ് അരോണയ്ക്ക് കാണാം. ആ ഒരു ഫിൽറ്ററിൻ്റെ ഫ്ലോയിൽ അരോണ താഴേക്ക് വന്നിരിക്കുകയാണ്. അലിഗേറ്റർ ഫോക്കസ് ചെയ്തു, അത് പിടിച്ചു. അവസാനം അലിഗേറ്റർ ആ ഒരു ഫീഡ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഫീഡ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അലിഗേറ്റർ ഏറ്റവും ആദ്യം അറ്റാക്ക് ചെയ്യുക തലയിലേക്കാണ്. ഏതൊരു പ്രേയുടെയും ഏതൊരു ഏരിയയുടെയും തലയാണ് ആദ്യം കടിച്ചമർത്തി അവിടുത്തെ ആ ഒരു ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ബോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രേയെ ഫീഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പിടുത്തം വിടില്ല, മുതലപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു പിടുത്തം, ആ ഒരു പല്ല് കാണാൻ പറ്റും, ചെറിയ ആണെങ്കിൽ കൂർത്ത പല്ല് വെച്ച് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് സ്വോളോ ചെയ്യും, വിഴുങ്ങും. നമ്മുടെ പെരുമ്പാമ്പ് വിഴുങ്ങുന്ന പോലെ മൊത്തത്തിൽ ബോഡി അങ്ങോട്ട് വിഴുങ്ങിയിട്ടാണ് അകത്തിട്ടാണ് ഇത് ഫുൾ ക്രാക്ക് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അത് സ്വോളോ ചെയ്തു വിഴുങ്ങിയിട്ട് അകത്തിട്ട് 2 തിരിയൽ 2 മറിയൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അലിഗേറ്ററിൽ നമ്മുടെ അരോണ ഇൻവെസ്റ്റായി, അല്ലെങ്കിൽ ഡൈജസ്റ്റായി, അല്ലെങ്കിൽ ഇൻവിസിബിളായി. അങ്ങനെ നമ്മളുടെ അരോണയെ ഇനി മുതൽ നമുക്ക് അലിഗേറ്ററിലൂടെ കാണാം. ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ഒരു സങ്കടം സഹിക്കാം. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് സങ്കടത്തോടെ ദിവസം തുടങ്ങിയിരിക്കണേ. ഇങ്ങോട്ട് എല്ലാ കാര്യവും വളരെ പോസിറ്റീവ് ആവട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് പറയുക. പ്ലസ് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനത്തെ രസകരമായ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും. താങ്ക് യു, ബൈ ബൈ.